ജീവിതത്തിൻ്റെ ദുരിതക്കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മെ ശാന്തിയുടെയും കരുതലിൻ്റെയും തീരത്തേക്ക് എത്തിക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹതീരം ഒരിക്കൽ കണ്ടെത്തിയാൽ ഹൃദയം വീണ്ടും വഴിമാറുകയില്ല. വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിനെഴുതിയ 2-ാം ലേഖനം 11 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിറമലത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠതയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കുവാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ഈ ചെറിയ കലാരൂപം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹതീരം. ഈ പത്രക്കാരൻ്റെ ഒരു കാര്യം എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകരുതെന്ന്. എന്നാലും ഇങ്ങനെ ഇടൂ. മോളെ, എടി ജിൻസി മോളെ, ഇനി വന്നേ. എന്നാ മമ്മി? ഞാൻ ഈ കോട്ടൊന്ന് അയൺ ചെയ്യുമായിരുന്നു. നീ ഇത്ര പെട്ടെന്ന് പോകാൻ ഇറങ്ങിയോ? എന്തോ മെഡിക്കൽ എമർജൻസി ഉണ്ടെന്ന്. 8 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ദേ ഇങ്ങോട്ട് നോക്കേ, നിന്റെ ഫോട്ടോ പത്രത്തില്. ഓ, ഇതാണോ? ഇതാ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഇനാഗുറേഷൻ സെറമണിയാ. ഞാൻ മാത്രമല്ലല്ലോ, എല്ലാരും കൂടിയല്ലേ. മമ്മി എന്നാ ഈ തുറച്ചു നോക്കുന്നേ? നിനക്ക് പറ്റിയ ഡോക്ടർ ചെക്കന്മാര് വല്ലതും ഉണ്ടോന്ന് നോക്കിയതാ. ഓ പിന്നെ, എന്റെ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. മമ്മി പപ്പ അതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, കല്യാണാലോചനയും കൊണ്ടിരുന്ന സമയം പോവും. ഞാൻ പോയിട്ട് വരാം മമ്മി. മോളവിടെ ഉണ്ടോ? ഉണ്ട്. രാവിലെ എന്തോ എമർജൻസി കോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങും അവള്. പപ്പ, ഞാൻ പോവാ. ഡ്യൂട്ടിക്ക് കയറണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. സൂസൻ, കുരിക്കാട്ടിലെ ഫിലിപ്പിന്റെ മകൾ വെറും MBBS കാരിയായ മാത്രം പോരാ, MD കൂടെ എടുത്ത് എനിക്ക് അവളെ വലിയൊരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ അധികാരിയാക്കണം. എങ്കിലേ എന്റെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയാവൂ. കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ? നിനക്കെന്താ ഞാൻ പറഞ്ഞതിലത്ര താല്പര്യമില്ലാത്ത പോലെ? ഇച്ചായ, നമ്മൾ എത്ര കണക്ക് കൂട്ടിയാലും ദൈവം വിചാരിച്ചതല്ലേ നടക്കൂ. അതൊക്കെ നിങ്ങൾ ഈ ദൈവവിശ്വാസികളുടെ ഓരോ വെറും തോന്നല. കുരിക്കാട്ടിൽ ഫിലിപ്പിന്റെ ഇന്നോളമുള്ള കണക്കുകൂട്ടലുകളിൽ ഏതാണ് പിഴച്ചിട്ടുള്ളത്? 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും 1ാം റാങ്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നവനെ അന്നത്തെ ബാക്ക് ബെഞ്ചുകാരനായി ഈ ഫിലിപ്പിന്റെ കമ്പനിയിലെ ശമ്പളക്കാരനായിപ്പോ. ചെറുപ്പത്തിൽ അപ്പന്റെ കൂടെ റബ്ബർ വെട്ടാൻ പോയപ്പോ മുതലാളി ചമഞ്ഞ് പരിഹസിച്ചവരെ ഇപ്പോ ഈ ഫിലിപ്പിന്റെ ഖദർകുപ്പായം കണ്ട എഴുന്നേറ്റ് നിൽക്കും. മൂത്തവനെ വക്കീലാക്കിയത് ചിലതൊക്കെ കരുതിക്കൂട്ടി തന്നെയാ. 40 ലക്ഷം മുടക്കി മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതേ അതിന്റെ 10 ഇരട്ടി ഉണ്ടാക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാ. ഇവിടെ എവിടെയാടി ഫിലിപ്പിന്റെ കണക്കുകൂട്ടൽ തെറ്റിയത്? നീ പറ സൂസമ്മേ. ഇച്ചായൻ ഇങ്ങനെ അഹങ്കാരം പറയല്ലേ, കർത്താവിന് അത് ഇഷ്ടപ്പെടത്തില്ല. ഈ കോവിഡും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായപ്പോ നീയൊക്കെ പറയുന്ന കർത്താവ് എവിടെയായിരുന്നു? ആ വിശ്വാസമൊക്കെ ഞാൻ പണ്ടേ എന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടതാ. തർക്കിക്കാൻ എനിക്ക് അറിയത്തില്ല ഇച്ചായ. പക്ഷേ ഇച്ചായ, ഇതൊക്കെ ഇച്ചായന്റെ വെറും തോന്നലുകളാ. അത്രേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. എന്നാ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഒരു ഡോക്ടറുണ്ട്, പേര് ജോജി. അവളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവൾക്കവൻ നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു. തന്നെയല്ല, ടൗണിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവരിപ്പോൾ പണിതുകൊണ്ടിരിക്കുക. ഞങ്ങളത് പറഞ്ഞങ്ങ് ഉറപ്പിച്ചു. പിള്ളേർക്ക് തമ്മിൽ ഇഷ്ടമാണോന്ന് അറിയാതെ എങ്ങനാ? അവരൊന്നിച്ചു പഠിച്ചതാ, ജോലി ചെയ്യുന്നു ഒന്നിച്ച്, ഇരുവരും പരിചയക്കാരുമാണ്. ഇനിയിപ്പോ എന്തു നോക്കാനാ? അത് പിന്നെ ഇച്ചായ, അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. ഏതായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ അച്ഛനോ? എന്നാച്ചാ? ഫിലിപ്പ് സാറേ, ഞാനൊന്ന് സാറിനോട് പറഞ്ഞ ആ കാര്യം എന്തായി? ഓ, ആ ബീവറേജ് മാറ്റുന്ന കാര്യമല്ലേ? ഞാനത് MLA സംസാരിച്ചിട്ടുണ്ട്. സാറേ, പിള്ളേർ സ്ത്രീകളൊക്കെ പോകുന്ന വഴിയല്ലേ. ഇന്നലെയും കൂടെ സ്കൂൾ പിള്ളേരുടെ അടുത്ത് ആരോ മോശമായി പെരുമാറി എന്നൊക്കെ കംപ്ലൈന്റ് വന്നു. ഞാനും കൂടി വരാം സാറേ. നമുക്ക് നേരിട്ട് പോയിട്ട് MLA അടുത്ത് ഒന്ന് കണ്ട് സംസാരിച്ചാലോ? അച്ഛനിങ്ങനെ എടുത്തിയാടാതെ, ഓരോന്നിനും അതിന്റെ സമയമെടുക്കുന്നേ. പിന്നെ ഇവിടെ നാട്ടുകാരുടെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ല അച്ഛോ.
ഫിലിപ്പ് സാർ ഈ ഇടവക്കാരനാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ സാറ് വഴിയൊന്ന് ഇടപെടാന്ന് വിചാരിച്ചത്. അച്ഛൻ ഇങ്ങനെ പള്ളിക്കാരും രാഷ്ട്രീയവും ഒക്കെ ഒന്നിച്ച് കാണരുത്. പള്ളിയിൽ ഞാൻ അച്ഛന്റെ കുഞ്ഞാടൊക്കെ ആയിരിക്കും, പക്ഷെ സമൂഹത്തിൽ ഫിലിപ്പ് അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത്. ഇനിയുള്ള കാര്യം അങ്ങോട്ട് പറയാം. ആ ബാർ നടത്തുന്നത് ഞാനും കൂടി ഷെയർ ഇട്ടിട്ടാ. അതിനെ അവിടെ നിന്ന് മാറ്റണമെങ്കിലും ഞാൻ വിചാരിക്കണം. അച്ഛൻ എന്നാ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ ചെയ്തു. എന്തിനാ ഇച്ചായ ഇങ്ങനെ ദൈവകോപവും നാട്ടുകാരുടെ മുഴുവൻ ശാപവും വലിച്ചു തലേ വെക്കുന്നത്? എന്റെ കർത്താവേ, ഇനി എന്നൊക്കെ സംഭവിക്കുമോ എന്തോ. ഫിലിപ്പ് ഇവിടെ വരെ എത്തിയതേ ഒറ്റയ്ക്ക് തന്നെയാ. ലാഭമില്ലാത്ത ഒരു കളിക്ക് ഞാൻ നിൽക്കത്തില്ലെന്ന് നിനക്കറിയാലോ. നിന്റെ വികാരച്ചനോട് പോയി പറഞ്ഞേരെ, ഫിലിപ്പിനെ കൊണ്ട് തനി നിറം കാണിപ്പിക്കരുതെന്ന്. എന്റെ ഈശോയെ, എന്റെ ഫിലിപ്പച്ചായന്റെ മനസ്സൊന്ന് നീ മാറ്റണേ. എന്തെങ്കിലും ആ പള്ളിയിലൊന്ന് കയറാൻ തോന്നിയാൽ മതിയായിരുന്നു. അതിനി എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടുവല്ല. അത് മാത്രം എന്റെ പ്രാർത്ഥന. ചിങ്ങമാസവും വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മേഘപ്പഴങ്ക് കൊണ്ട് മനത്തെ കോട്ടക്കിട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. ചിങ്ങമാസവും വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. വള്ളി മേൽ നിറ തിങ്കളാം തിരിവഴിക്കണം. ഓ കാവേരി തെന്നലായി പൂമണം പൊങ്ങണം മരത്തെ കൂട്ടിലാകെ. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മണിമാരനായി നിന്മാരിൽ ഞാൻ കുറിച്ചാട്ടണം. ആട്ടോരും നീറ്റിലെ മീന് പോൽ തുള്ളണം അമ്മാനെ കുഞ്ഞുവാവേ. മാസവും വന്ന് ചേർന്നാൽ പിന്നെ ഞാൻ
ഗുഡ് മോർണിംഗ് ഡോക്ടർ ജോജി. എന്താ കിനാവ് കാണുകയാണോ? ഡോക്ടർ ജിൻസി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ്? ഇന്നത്തെ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോയടോ. കൂടെ നിൽക്കുവാണേലും ഞാൻ കുറച്ച് ടെൻഷനായി. പിന്നെ ഡോക്ടർ തുളസീധരൻ വന്ന് കൈകാര്യം ചെയ്തു. ആക്ച്വലി ഹി വാസ് സോ അപ്സെറ്റ്. എന്താ താൻ കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ ജോജി, നമ്മുടെ കാര്യം അടുത്ത ആഴ്ച ഉറപ്പിക്കാൻ പോവാന്നാണ് കേട്ടത്. അതെ, തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനെക്കുറിച്ച് പറയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ജോജി, നമ്മൾ തമ്മിൽ പരിചയവും സൗഹൃദവും ഒക്കെ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഇപ്പം വീട്ടുകാർ പറഞ്ഞപ്പോഴാ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. അതിനിപ്പോൾ എന്താ, നിനക്കെന്നെ ഇഷ്ടമില്ലെന്ന് വല്ലതും ഉണ്ടോ? എടാ, നിന്റെ അത്ര എന്നെ അറിയാവുന്ന ആരാ ഈ ലോകത്തിലുള്ള ജോജി? അതൊന്നും അല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? പഠിത്തത്തിൻ്റെ കാര്യമാണോ? MDക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിലും നിനക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതല്ല ജോജി, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ പ്രാക്ടീസിന് പോയ ഹോസ്പിറ്റലിൽ എന്നെ ഒരുപാട് ടച്ച് ചെയ്ത ഒരാളുടെ മരണത്തെക്കുറിച്ച്. ഏതോ ഒരു സിസ്റ്റർ അല്ലേ? അതെ, എന്നോട് വലിയ സ്നേഹമായിരുന്നു. ക്യാൻസർ പിടിച്ച് വേദന കൊണ്ട് ശരീരം പുളയുമ്പോഴും ആ സിസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമായിരുന്നു, ഏറ്റവും അടുത്ത കൂട്ടുകാരിയെപ്പോലെ. വേദന കുറയ്ക്കാൻ സഡേറ്റീവ് എന്തെങ്കിലും എടുക്കാൻ സിസ്റ്റർ ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നെന്നാണ് നേഴ്സുമാരൊക്കെ പറയുന്നത്. ഒരു ദിവസം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ എങ്ങനെ ഇത്രയും ജീവൻ പോകുന്ന വേദന സഹിച്ച് ചിരിക്കാൻ കഴിയുന്നേ? അപ്പോൾ സിസ്റ്റർ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുക, ഞാൻ ഈ വേദന ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഒത്തിരി ആത്മാക്കളെ ഈശോ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന്. മോളെ, ഞാൻ സഹിക്കുവല്ല, സ്നേഹിക്കുവാണെന്ന്. ജോജി, എനിക്കിതങ്ങ് മറക്കാൻ പറ്റുന്നില്ലടാ. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അങ്ങനൊരു ജീവിതം എനിക്കും വേണമെന്ന് തോന്നുന്നു. ഒത്തിരി പേരെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുന്ന, ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്ന, വേദനകളെ പോലും ആത്മാക്കളെ രക്ഷിക്കാനുള്ള വഴിയാക്കി മാറ്റുന്ന ഒരു ജീവിതം. ജോജി, മരിച്ചു കിടന്നപ്പോൾ പോലും ആ സിസ്റ്റർ ഹൃദയം തുറന്ന് ചിരിക്കുമായിരുന്നു. ആദ്യമായിട്ടാ അങ്ങനൊരു മരണം ഞാൻ കാണുന്നത്. എനിക്കും നീ പറയുന്നത് കേട്ടപ്പോൾ അതൊരു അത്ഭുതം പോലെയാണ് തോന്നുന്നത്. ജോജി, നിന്റെ ഒപ്പം ജീവിതം പങ്കിടാൻ എനിക്കിഷ്ടാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായ ഒരു ഉൾവിളി ആ സിസ്റ്ററിനെ പോലെ ജീവിക്കാൻ എനിക്ക് തോന്നുക ജോജി. ഇതൊരു തോന്നൽ മാത്രമാണോന്നറിയാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കി. എന്നാൽ അതല്ല. കാരണം അത് ഓരോ ദിവസവും എൻ്റെ ഉള്ളിലിരുന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ജിൻസി, അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നിന്റെ പപ്പ? ജോജി, എൻ്റെ പപ്പയേക്കാൾ എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്ത് വിലയാടോ ഉള്ളത്? താൻ ധൈര്യമായി പൊക്കോ, തൻ്റെ ആഗ്രഹം നടക്കും. അതിന് ഞാൻ കൂടെ ഉണ്ടാവും എന്നും. ദേ, ഇതെൻ്റെ വാക്കാ. പിന്നെ ഇനി നീ എനിക്ക് ജിൻസിയല്ല, സിസ്റ്റർ ജിൻസിയാണ്. കൺഗ്രാജുലേഷൻസ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ കൂടെ നിൽക്കുന്നതിനല്ല, ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. ജിൻസി, എടി ജിൻസി. എന്നാ പറ്റി ചായ? അവള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുക. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എവിടെടി അവള്, നിന്റെ പുന്നാര മോള്? ഫിലിപ്പച്ചായ, കാര്യം പറ. എന്നതാന്നേ ഈ കിടന്ന് ബഹളം വെക്കുന്നത്? എന്ന് തൊട്ടാടി നീ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തു തുടങ്ങിയത്? എന്നതാ ചായ? കല്യാണം ഉറപ്പിച്ച നിന്റെ മോള് സന്യസിക്കാൻ പോവുകയാണെന്ന്. ഞാൻ പറഞ്ഞുറപ്പിച്ച കല്യാണം അവള് മുടക്കി. അവൾക്ക് കന്യാസ്ത്രീയാകാൻ പോകണമെന്ന്. എന്നെ മോളെ ഈ പറയുന്നത്? മമ്മി, എനിക്കെന്റെ ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അതെന്റെ ഉറച്ച തീരുമാനമാണ്. ജോജിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എടി, ഈ കുരിക്കാട്ട് ഫിലിപ്പിന് ജീവനുണ്ടെങ്കിൽ നിന്റെ കല്യാണം ഞാൻ വിചാരിച്ച പോലെ നടത്തിക്കും. പപ്പ, എന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള പ്രായം എനിക്കുണ്ട്. വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ. മോളെ, പപ്പയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അവൾ പറയട്ടെ. പ്രായപൂർത്തിയായവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാൻ കൂടി ഒന്ന് കേൾക്കട്ടെ. ലക്ഷങ്ങൾ കൊടുത്ത് ഞാൻ ഇവിടെ പഠിപ്പിച്ചതേ ഏതെങ്കിലും കന്യാസ്ത്രീ മഠത്തിന് കാശുണ്ടാക്കി കൊടുക്കാനല്ല. പപ്പയ്ക്കെല്ലാം പൈസ കൊണ്ട് അളക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഈ ലോകത്ത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ആത്മസംതൃപ്തി എന്നൊക്കെ പറയുന്നത്.
അത് പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാ പപ്പ. ലാഭം നോക്കി മാത്രം ജീവിക്കുന്ന പപ്പയ്ക്ക് അതൊന്നും ഒരിക്കലും മനസ്സിലാത്തില്ല പപ്പ. എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതേ ഒരു സന്യാസിനിയായി ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തത്. ഈ ഫിലിപ്പ് ജീവനോടെ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ അതിന് സമ്മതിക്കത്തില്ല. ഇച്ചായൻ എന്നോട് ക്ഷമിക്കണം മോളെ. നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഈ മമ്മി കൂടെ ഉണ്ടാവും. ഈശോ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും നീ ഒരു സിസ്റ്റർ ആകും. ഇച്ചായ, ദൈവം വിളിച്ച നമ്മളായിട്ട് എതിര് നിൽക്കരുത് ഇച്ചായ. അപ്പൊ ഫിലിപ്പിനെ തോപ്പിക്കാൻ എല്ലാരും കൂടെ ഒരുമിച്ചിറങ്ങിയേക്കും അല്ലേ? ഫിലിപ്പ് സാറേ, ഇത് ജയത്തിന്റെയും തോൽവിയുടെയും ഒന്നും കാര്യമല്ല. ജിൻസിക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അവൾ ആ ജീവിതം തിരഞ്ഞെടുക്കട്ടെ. അതിന് നമ്മൾ തടയിട്ടാ അത് വലിയ ദുരന്തമാവുകയുള്ളൂ. എന്നാ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി അങ്ങ് പറയുക. ഇനി ഫിലിപ്പിന് ഇങ്ങനെ ഒരു മോളില്ല. നീ മരിച്ചുപോയെന്ന് ഞാൻ വിശ്വസിച്ചോളാം. കൊണ്ടുപോയിക്കോ എങ്ങോട്ടാന്ന് വെച്ചാ. നീ കുരിക്കാട്ട് തറവാടിന്റെ പടി ചവിട്ടാൻ നീ വന്നേക്കരുത്. അതിന് ഞാൻ ചത്തുമലച്ച് കിടന്നാ പോലും. വർഷങ്ങൾക്ക് ശേഷം ഫിലിപ്പിന്റെ ഭവനം. ഇച്ചായ, ഒരിക്കൽ കൂടി വിളിക്കുക. ഇന്ന് നമ്മുടെ മോളുടെ ഉടുപ്പിടിയിലല്ലേ? നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം ഇച്ചായ. കുരിക്കാട്ടിൽ ഫിലിപ്പിന് ഒറ്റ വാക്കും ഒറ്റ അപ്പനമേ ഉള്ളൂ എന്ന് സൂസമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എന്നാ ഞാനെങ്കിലും ഒന്ന് പൊക്കോട്ടെ. അവള് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാവും. പൊയ്ക്കോ. പിന്നെ ആ വഴി അങ്ങ് പൊക്കോണം. തിരിച്ചിങ്ങോട്ട് വരണ്ട. ഇതെന്റെ വീടാ.